Hi students, how are you all? Welcome back to SS Online Class. Are you ready for the class? Today we are discussing about a new chapter in our history. The third chapter. Name of the chapter is the Delhi Sultanates. Do you know about the Delhi Sultanates? Delhi Sultanates start our empire in the 12th century. Okay, let's start our class. The chapter 3, the name of the chapter is the Delhi Sultans, Delhi Sultanmar. In chapter 2, we saw that regions like the Kaveri Delta became the center of large kingdoms. കാവേരി ഡെൽറ്റ സെൻറ്ററായിട്ട് ഒരുപാട് കിങ്ഡംസ് വളർന്നു വന്നത് നമ്മൾ എന്ത് ചെയ്തു ചാപ്റ്റർ 2-ൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡിഡ് യു നോട്ടീസ് ദാറ്റ് ദർ വാസ് നോ മെൻഷൻ ഓഫ് എ കിങ്ഡം വിത്ത് ഡൽഹി ആസ് ഇറ്റ്സ് ക്യാപിറ്റൽ? ഡൽഹി ക്യാപിറ്റലായിട്ട് ഏതെങ്കിലും ഒരു കിങ്ഡം വളർന്നു വന്നതായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? നോ. That was because Delhi became an important city only in the 12th century. അതെന്തുകൊണ്ടാണ്? ഡൽഹി ഒരു ഇമ്പോർട്ടൻ്റ് സിറ്റി ആയിട്ട് വളർന്നു വന്നത് 12th സെഞ്ച്വറിയിലാണ്. ടേക്ക് എ ലുക്ക് അറ്റ് ടേബിൾ 1. Delhi first became the capital of a kingdom under the Tomara Rajputs. ഡൽഹി ഫസ്റ്റ് എന്തായി? ഒരു കിങ്ഡം വളർന്നു വന്നത് തോമര രാജ്പുട്സിൻ്റെ കീഴിലാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലായിട്ട് വളർന്നു വന്നപ്പോൾ അദ്ദേഹം അതെന്താക്കി? അവരുടെ തോമര രാജ്പുട്ടിൻ്റെ കീഴിലുള്ള രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിട്ട് ഡൽഹി മാറി. Who were defeated in the middle of the 12th century by the Chauhans, also referred to the Chahmans of Ajmer. അതെന്ത് ചെയ്തു? 12ാം നൂറ്റാണ്ടിൻ്റെ മിഡിലിൽ അജ്മീറിലെ ചൗഹാൻസ് പരാജയപ്പെട്ടു. It was under the Tomaras and Chauhans that Delhi became an important commercial center. എന്താ തോമരാസിൻ്റെയും ചൗഹാസിൻ്റെയും കീഴിലായിരുന്ന ഡൽഹി എന്ത് ചെയ്തു? ഒരു പ്രധാന കൊമേഴ്ഷ്യൽ സെൻറ്ററായിട്ട് മാറി. കാരണം ഫസ്റ്റ് രാജ്പുട്ടിൻ്റെ കീഴിലുള്ള ക്യാപിറ്റലായിരുന്നു. ദെൻ ചൗഹാൻസിനെ പരാജയപ്പെട്ടു. 12ാം നൂറ്റാണ്ടിൽ ചൗഹാൻസും പരാജയപ്പെട്ടു. ദെൻ എന്തായി? ബിക്കേം എ ഇമ്പോർട്ടൻ്റ് കൊമേഴ്ഷ്യൽ സെൻറ്റർ, ഒരു പ്രധാന കൊമേഴ്ഷ്യൽ കേന്ദ്രമായി മാറി. എങ്ങനെയാണ് മാറിയത്? തോമര രാജ്പുട്സ് 12th സെഞ്ച്വറിയിൽ ക്യാപിറ്റലാക്കി മാറ്റി. അതുപോലെ ചൗഹാൻസും പരാജയപ്പെട്ടപ്പോഴാണ് ഡൽഹി ഒരു കൊമേഴ്ഷ്യൽ സെൻറ്ററായിട്ട് വന്നത്. മെനി റിച്ച് ജൈന മെർച്ചൻറ്റ്സ് ലിവ്ഡ് ഇൻ ദ സിറ്റി ആൻഡ് കൺസ്ട്രക്റ്റഡ് സെവറൽ ടെമ്പിൾസ്. എന്താണ്? ഒരുപാട് ധനികരായിട്ടുള്ള ജൈന മെർച്ചൻറ്റ്സ് വന്നിട്ട് അവിടെ വലിയ വലിയ ഒരുപാട് ടെമ്പിൾസൊക്കെ ഉണ്ടാക്കി. കോയിൻസ് മിൻറ്റഡ് ഹെർ കോൾഡ് ദഹിൽവാൽ. അവരെന്താ അവിടെ ദഹിൽവാൽ എന്ന പേരിലുള്ള നാണയങ്ങളൊക്കെ അടിച്ചിറക്കി. ഹാഡ് എ വൈഡ് സർക്കുലേഷൻ. അതിനെന്തുണ്ടായിരുന്നു? ഒരുപാട് വലിയൊരു സർക്കുലേഷൻ തന്നെ ദഹിൽവാൽ എന്ന കോയിൻസിന് ഉണ്ടായിരുന്നു. The transformation of Delhi into a capital that controlled vast area of the subcontinent started with the foundation of the Delhi Sultanate in the beginning of the 13th century. 13ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അടിത്തറ പാകിയതോടെയാണ് ഡൽഹി ഉപഭൂഖണ്ഡത്തിന് ഒരു വിശാലമായ പ്രദേശങ്ങളൊക്കെ തലസ്ഥാനമായിട്ട് വന്നത്. Table 1 again and identify the 5 dynasties that together made the Delhi Sultanate. ഇപ്പോൾ ടേബിൾ 1-ൽ പറഞ്ഞിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റിലെ 5 ഡൈനാസ്റ്റീസ് ആണ്. ഫസ്റ്റ് പറയുന്നത് രാജ്പുട്ട് ഡൈനാസ്റ്റീസ്. രാജ്പുട്ട് ഡൈനാസ്റ്റീസിൽ കീഴടക്കിയിട്ടുണ്ടായിരുന്നത് തോമരാസാണ്. തോമരാസ് ഏർലി 12th സെഞ്ച്വറിയിലാണ്. 1165 ഏർലി 12th സെഞ്ച്വറീസിലാണ് തോമരാസ്. ദെൻ അനങ്കപാള 1130 to 1145, then Chauhans 1165 to 1192, Prithviraj Chauhan 1175 to 1192. Then next dynasty വന്നത് ഏർലി ടർക്കിഷ് റൂളേഴ്സ്. നമ്മൾ കേട്ടില്ലേ സ്ലേവ് ഡൈനാസ്റ്റി
അതാണ് ഏർലി ടർക്കിഷ് റൂളേഴ്സ്. അതിൽ ഫസ്റ്റ് വന്നത് കുത്തുബുദ്ദീൻ ഐബക്ക് 1206 to 1210. ദെൻ വന്നിട്ടുള്ളത് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് 1210 to 1236. ദെൻ റസിയ 1236 to 1240. ഗിയാസുദ്ദീൻ ബാൽബൻ 1266 to 1287. ദെൻ വന്നിട്ടുള്ളത് ഏതാണ്? ഖൽജി ഡൈനാസ്റ്റി 1290 to 1320 വരെയായിരുന്നു ഖൽജി ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത്. അതിൽ ജലാലുദ്ദീൻ ഖൽജി, അലാവുദ്ദീൻ ഖൽജി. ദെൻ വന്നിട്ടുള്ള ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി. തുഗ്ലക് ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്, മുഹമ്മദ് തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. ദെൻ വന്നിട്ടുള്ളത് സയ്യിദ് ഡൈനാസ്റ്റി, ഖിസർ ഖാൻ. ദെൻ ലോധി ഡൈനാസ്റ്റി. അങ്ങനെ 5 ഡൈനാസ്റ്റീസ് ആണ് ഡൽഹി സുൽത്താനേറ്റ്സിന് കീഴിൽ വന്നിട്ടുള്ളത്. Take a look of table 1 again and identify the 5 dynasties that together made the Delhi Sultanates. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ്സിന് കീഴിലുണ്ടായിരുന്ന 5 ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്? ഏർലി ടർക്കിഷ് റൂളേഴ്സ്, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. The Delhi Sultanate built many cities in the area that we now know as Delhi. എന്താണ്? ഡൽഹിയിൽ ഒരുപാട് സിറ്റീസൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. മാപ്പ് 1 നോക്കുക. ആൻഡ് ലൊക്കേറ്റ് ഡൽഹി, കുഹ്ന, സിരി, ജഹാൻപാന എന്നിവ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഇതാക്കണേ ഡൽഹി, കുഹ്ന, ജഹാൻപാര, സിരി, ഇതൊക്കെ അവിടുത്തെ എന്താണ് പ്രധാനപ്പെട്ടിട്ടുള്ള സിറ്റീസ് ആയിരുന്നു ഡൽഹി സുൽത്താനേറ്റ്സിൽ ഉണ്ടായിരുന്ന. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദ ഡൽഹി സുൽത്താനേറ്റ്സ്. ഇനി ഡൽഹി സുൽത്താനേറ്റ്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്. Although inscriptions, coins and architecture provides a lot of information, especially valuable are histories, Tariq singular, Tariq plural, written in Persian, the language of administration under the Delhi Sultans. അപ്പോൾ എന്താണ് താരീഖിൻ്റെ രചയിതാക്കൾ ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ്, ആർക്കിടെക്ചറൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്തു എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസും കോയിൻസും അന്നത്തെ ആർക്കിടെക്ചറൽ വർക്കൊക്കെ എന്താണ് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. എസ്പെഷ്യലി വാല്യുബിൾ ആർ ഹിസ്റ്ററീസ്. പ്രധാനമായിട്ട് തരുന്നത് എന്താ? ഹിസ്റ്ററീസാണ്, അന്നത്തെ ചരിത്രങ്ങളാണ്. താരീഖ് സിംഗുലറായിട്ട് പറയുകയാണ് എനിക്ക് താരീഖ്, പ്ലൂറലായി പറയുമ്പോൾ താരീഖ്, റിട്ടൺ ഇൻ പേർഷ്യൻ, ദ ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ്. ഇപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് കീഴിൽ താരീഖിൻ്റെ രചയിതാക്കൾ എന്താ അന്ന് അവിടെ താമസിച്ചിട്ട് പേർഷ്യൻ ലാംഗ്വേജിൽ അന്നത്തെ ഹിസ്റ്ററീസ് താരീഖ് എന്നും താരീഖ് എന്ന രീതിയിലൊക്കെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഹിസ്റ്ററി എഴുതി. ഫിഗർ 1 4 സ്റ്റേജസ് ഇൻ ദി മേക്കിംഗ് ഓഫ് എ മാനുസ്ക്രിപ്റ്റ്. മാനുസ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഒരു 4 സ്റ്റേജസ് ആണ് ഫിഗർ 1 പറയുന്നത്. അതിൽ എ പ്രിപ്പയറിംഗ് ദ പേപ്പർ, ബി റൈറ്റിംഗ് ദ ടെക്സ്റ്റ്, സി മെൽറ്റിംഗ് ഗോൾഡ് ടു ഹൈലൈറ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആൻഡ് പാസേജസ്, ഡി പ്രിപ്പയറിംഗ് ദ ബൈൻഡിങ്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് 4 സ്റ്റേജസ് ഇൻ ദി മേക്കിംഗ് ഓഫ് എ മാനുസ്ക്രിപ്റ്റ്. ഒരു കൈയെഴുത്ത് തയ്യാറാക്കുന്ന 4 പിക്ചേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് കിട്ടിയിട്ടുള്ളത് അന്നത്തെ ലിഖിതങ്ങളും നാണയങ്ങളും ഒക്കെ നോക്കിയിട്ടാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ പേർഷ്യൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഹിസ്റ്ററീസാണ് താരീഖ്, ത്വാരീഖ്. അതൊക്കെ എന്താ വളരെ നമുക്ക് ഏറ്റവും കൂടുതൽ വിലപ്പെട്ട ഒന്നാണ്. The authors of Tariq were learned men, secretaries, administrators, poets and
Courtiers who both recounted events and advised rulers on governance, emphasizing the importance of just rule. എന്താ നമുക്ക് താരീഖിൻ്റെ രചയിതാക്കൾ എന്താ നല്ല പഠിച്ചിട്ടുള്ള നന്നായിട്ട് പഠിച്ച പുരുഷന്മാരായിരുന്നു. അവർ സെക്രട്ടറിമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ, അതുപോലെ കവികൾ, പ്രമാണിമാർ, ഇവ രണ്ട് സംഭവങ്ങൾ എന്താ വിവരിക്കുക, അതുപോലെ ഭരണത്തെക്കുറിച്ച്, ഭരണാധികാരികളെക്കുറിച്ചൊക്കെ വിവരിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്തിരുന്നു. ദ സർക്കിൾ ഓഫ് ജസ്റ്റിസ് എന്താണ് ഫക്രി മുദാബിർ റോഡ് ഇൻ ദ 13th century. എന്താണ് നീതിയെ കുറിച്ചിട്ട് ഫക്രി മുദാബിർ 13ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു കുഞ്ഞ് ഇതാണ് ഈ ബോക്സിലുള്ളത്. എ കിങ് കനോട്ട് survive without soldiers and soldiers cannot live without salaries. Salaries come from the revenue collected from peasants, but peasants can pay revenue only when they are prosperous and happy. This happens when the king promotes justice and honest governance. അപ്പോൾ എന്താ, പട്ടാളക്കാരില്ലാതെ ഒരു രാജാവിന് അതിജീവിക്കാൻ കഴിയില്ല. അതുപോലെ സൈനികർക്ക് സാലറി ഇല്ലാതെ കഴിയില്ല. അതുപോലെ എന്താ, കർഷകരിൽ നിന്ന് സ്വരൂപിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് ശമ്പളം ലഭിക്കുന്നത്. എന്നാൽ എന്താണ്, സമ്പന്നരും അതുപോലെ നല്ല സന്തുഷ്ടരൊക്കെ ആവുന്നവർക്ക് മാത്രമേ എന്താണ് കർഷകർക്ക് അങ്ങനെ എല്ലാ സമ്പന്നതയും എല്ലാം കിട്ടുന്ന കർഷകർക്ക് മാത്രമേ വരുമാനം നൽകാൻ സാധിക്കുകയുള്ളൂ. രാജാവ് എന്താണ്, നീതിയും സത്യസന്ധതയും അതുപോലെ ഭരണവും പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു. എന്താ പറഞ്ഞത്, 13ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന നീതി എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നീതി? പട്ടാളക്കാരില്ലാതെ രാജാവിന് കഴിയൂല. അപ്പോൾ പട്ടാളക്കാർക്ക് എന്താണ്, അവർക്ക് സാലറി കൊടുക്കണം. അപ്പോൾ സാലറി കൊടുക്കണമെങ്കിൽ കർഷകരിൽ നിന്ന് അവരുടെ സാലറി കിട്ടിയെങ്കിലേ സോൾഡേഴ്സിന് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കർഷകരിൽ നിന്ന് സാലറി കിട്ടണമെങ്കിൽ എന്താ, കർഷകരെപ്പോഴും സന്തുഷ്ടരും സമ്പന്നരൊക്കെ ആയെങ്കിൽ മാത്രമേ കർഷകരിൽ നിന്ന് സാലറി കിട്ടുള്ളൂ, പീസൻസിൻ്റെ നിന്ന്. അങ്ങനെ കിട്ടുമ്പോൾ എന്താണ്, അങ്ങനെ അവരിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്താ, കിങ് അവർക്ക് കിങ് പ്രൊമോട്ട് ജസ്റ്റിസ് ആൻഡ് ഹോണസ്റ്റ് ഗവേണൻസ്, അവർക്ക് എന്ത് നൽകണം, നീതിയും സത്യസന്ധതയും ഭരണം ഒക്കെ നൽകുമ്പോഴാണ് കർഷകരിൽ നിന്നും വരുമാനം ലഭിക്കുന്നത്. എന്താ പറഞ്ഞത്, എല്ലാവർക്കും ഒരേ അവകാശം. കാരണം കർഷകരും സോൾഡേഴ്സും കിങ്ങും എല്ലാവരും അവരുടെ സുൽത്താനേറ്റിൻ്റെ ഭാഗമായിരുന്നു. Keep the following additional details in mind. The authors of Tariq lived in cities, mainly Delhi, and hardly ever in villages. എന്താണ് ഇനി പറയുന്നത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ്, താരീഖിൻ്റെ രചയിതാക്കൾ എന്താ നഗരങ്ങളിൽ പ്രധാനമായിട്ട് എവിടെ സിറ്റീസിലാണ്, ഡൽഹിയിൽ താമസിച്ചിരുന്നു. ഗ്രാമങ്ങളിൽ അവരൊരിക്കലും താമസിച്ചിരുന്നില്ല. അപ്പോൾ താരീഖ് എഴുതിയിട്ടുള്ള അതിൻ്റെ രചയിതാക്കൾ എപ്പോഴും എന്താണ് സിറ്റീസിലാണ് താമസിച്ചത്. ഒരിക്കലും അവരെന്ത് ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നില്ല. They often wrote their histories of sultans in the hope of rich rewards. അപ്പോൾ എന്താണ്, സമ്പന്നമായ നല്ല പ്രതിഫലം പ്രതീക്ഷിച്ചാണ് അവർ പലപ്പോഴും എന്താ സുൽത്താൻമാർക്ക് വേണ്ടിയിട്ട് ചരിത്രങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവർ പണം മോഹിച്ചിട്ടാണ് സുൽത്താൻമാർക്ക് വേണ്ടി ചരിത്രങ്ങൾ എഴുതി കൊടുത്തത്. These authors advised rulers on the need to preserve an ideal social order based on ബർത്ത് ആൻഡ് ജെൻഡർ ഡിസ്റ്റിങ്ഷൻസ്. എന്താണ്, ജന്മാവകാശമായിട്ട് ലിംഗവ്യത്യാസമൊക്കെ അടിസ്ഥാനമാക്കി ഒരു അനുയോജ്യമായിട്ട് സാമൂഹിക സംരക്ഷിക്കേണ്ട എല്ലാ ആവശ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്താണ് രചയിതാക്കൾ ഭരണാധികാരികളൊക്കെ ഇങ്ങനെ ഉപദേശിച്ച് നൽകണം. അവർ ചെയ്യേണ്ടതായിട്ടുള്ളതും ഈ ജന്മമായിട്ട് കിട്ടുന്നതും ലിംഗവ്യത്യാസത്തിലൊക്കെ ഉണ്ടായിട്ട് ഓരോ സാമൂഹിക ക്രമങ്ങളൊക്കെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഈ ഹിസ്റ്റോറിയൻസ് കിങ്സിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ദർ ഐഡിയാസ് വെർ നോട്ട് ഷെയർഡ് ബൈ എവരിബഡി. അപ്പം എന്താണ്, ഇവരുടെ ആശയങ്ങളൊന്നും എല്ലാവരും പങ്കിട്ടിട്ടില്ല, അങ്ങനെ ഷെയർ ചെയ്തിട്ടൊന്നും ഇല്ല. In 1236
സുൽത്താൻ ഇൽത്തുമിഷ്'s ഡോക്ടർ റസിയ ബിക്കേം സുൽത്താൻ. എന്താണ് ദെൻ 1236 സുൽത്താൻ ഇൽത്തുമിഷിൻ്റെ മകൾ റസിയ ആരായി? ബിക്കേം സുൽത്താനായി. ദ ക്രോണിക്ലർ ഓഫ് ദി ഏജ് മിൻഹാജ് സിറാജ് recognized that she was more able and qualified than all her brothers. എന്താണ് തൻ്റെ എല്ലാ സഹോദരന്മാരെക്കാളും ഏറ്റവും കൂടുതൽ കഴിവുള്ളത് ആർക്കാണ്? റസിയക്കാണെന്ന് മിൻഹാജ് സിറാജ് തിരിച്ചറിഞ്ഞു. പക്ഷെ എന്താ, ഒരു രാജ്ഞിയായിട്ട് ഭരണാധികാരം സ്വീകരിക്കുന്നത് ബട്ട് ഹി വാസ് നോട്ട് കംഫർട്ടബിൾ ആറ്റ് ഹാവിങ് ക്യൂൻ ആസ് റൂളർ. ഒരു രാജ്ഞി ഒരു ഭരണാധികാരിയായിട്ട് സ്ഥിരീകരിക്കുന്നതിൽ എന്ത് തോന്നി? ഒരു കംഫർട്ട്നെസ് തോന്നിയില്ല. നോ വെർ ദ നോബിൾസ് ഹാപ്പി അറ്റ് ഹെർ അറ്റംപ്റ്റ്സ് ദ റൂൾ ഇൻഡിപെൻഡൻ്റ്ലി. അതുകൊണ്ട് എന്താ, സ്വതന്ത്രമായിട്ട് ഭരിക്കാനുള്ള അവരുടെ ശ്രമത്തിലൊക്കെ പ്രഭുക്കന്മാർ എന്താണ് അത്ര സന്തുഷ്ടരൊന്നും ആയില്ല. ഷീ വാസ് റിമൂവ്ഡ് ഫ്രം ദ ത്രോൺ ഇൻ 1240. അപ്പോൾ എന്താ 1240 ആയപ്പോഴേക്കും അവിടുത്തെ സിംഹാസനത്തിൽ നിന്ന് മാറ്റി. എന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദ ഡൽഹി സുൽത്താൻമാരെ കുറിച്ചുള്ള കുറച്ച് ഫൈൻഡിങ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്തു, അവിടുത്തെ എല്ലാ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നതൊക്കെ അവിടുത്തെ ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ്, ആർക്കിടെക്ചർ, അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ അവരെ കുറിച്ചിട്ട് കിട്ടിയിരുന്നു. ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുള്ളത് ഹിസ്റ്ററീസ്, ചരിത്രങ്ങൾ എഴുതിയിട്ടുള്ള പേർഷ്യൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഹിസ്റ്ററീസിൽ നിന്നാണ്. ഹിസ്റ്ററീസ് മേലെ എന്താ, താരീഖ്, സിംഗുലറായിട്ട് താരീഖ് പറഞ്ഞാൽ ബഹുവചനം, അതൊക്കെ വളരെ വിലപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു. അതൊക്കെ മെയിനിൽ എന്താണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ഭരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അവർ മെയിനായിട്ട് എന്താ, ദ ഓതേഴ്സ് താരീഖ് വെർ ലേൺ മെൻ സെക്രട്ടറീസ്. അവരെന്താ നല്ല പഠിച്ചിട്ടുള്ള പുരുഷന്മാരായിരുന്നു ആ താരീഖിലുണ്ടായിരുന്ന ഓതേഴ്സ്. അവരെന്തായിരുന്നു സെക്രട്ടറീസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പോയറ്റ്സ് ആൻഡ് കോട്ടറീസ്, അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും വളരെ മികവുറ്റ ആളുകളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അവരെന്ത് ചെയ്തു, കീപ് ഫോളോവിങ് അഡീഷണൽ ഡീറ്റെയിൽസ് ഇൻ മൈൻഡ്. അവർ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ഡൽഹി സുൽത്താൻമാർക്കുള്ള എല്ലാ കാര്യങ്ങളും രചയിക്കുന്നതും അവർക്ക് ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം അവരായിരുന്നു. അവരെന്തൊക്കെയത്, ഓതേഴ്സ് ഓഫ് താരീഖ് ലിവ്ഡ് ഇൻ ദി സിറ്റീസ്. അവരെവിടെയാണ് താമസിച്ചിരുന്നത്? സിറ്റീസിലാണ് താമസിച്ചിരുന്നത്. ആൻഡ് ഹാർഡ്ലി ഇവർ ഇൻ വില്ലേജസിൽ അവർ ഒരിക്കലും താമസിച്ചിരുന്നില്ല. Then എന്ത് ചെയ്തു, ദേ ഓഫൻ റോഡ് ദെയർ ഹിസ്റ്ററീസ് ഓഫ് സുൽത്താൻ ഇൻ ദി ഹോപ്പ് ഓഫ് റിച്ച് റിവാർഡ്സ്. വളരെ വലിയ പ്രതിഫലമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അവർ സുൽത്താൻമാർക്ക് വേണ്ടിയിട്ട് ഹിസ്റ്ററീസൊക്കെ എഴുതിയിട്ടുള്ളത്. ദിസ് ഓതേഴ്സ് അഡ്വൈസ്ഡ് റൂളേഴ്സ് ഓൺ ദി need of preserve an ideal social order based on birthright and gender distinctions. എന്താ, നമുക്ക് ജന്മാവകാശമായിട്ടും ലിംഗവ്യത്യാസമായിട്ടൊക്കെ എന്താ ഒരുപാട് അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഓരോ സംരക്ഷിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടൊക്കെ അവർ ഭരണാധികാരികൾക്ക് ഉപദേശിച്ചു കൊടുത്തിരുന്നു. ദർ ഐഡിയാസ് വെർ നോട്ട് ഷെയർഡ് ബൈ എവരിബഡി. പക്ഷെ എന്താണ്, അവർ ഉപദേശിച്ച് നൽകുന്ന ഐഡിയാസ് അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കൽ ഇല്ലെന്നു. അതിനൊരു കാരണമാണ് ഇൻ 1236 എന്താണ്, സുൽത്താൻ ഇൽത്തുമിഷിൻ്റെ ഡോട്ടർ റസിയ എന്തായി, ബിക്കം എ സുൽത്താൻ, ഒരു സുൽത്താനായി വന്നു. ദ ക്രോണിക്ലർ ഓഫ് ദി ഏജ് എന്താണ്, അവരുടെ ഭരണത്തിൽ അത്രയും ചെറുപ്പത്തിൽ തന്നെ എന്താ സഹോദരങ്ങളെക്കാൾ കഴിവുള്ള യോഗ്യമാണെന്നോ മനസ്സിലാക്കിയിരുന്നെങ്കിലും ആ ഒരു ക്യൂന് ഒരു രാജ്ഞി ഭരിക്കുക എന്നുള്ളതിനോട് അവർക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എന്താ പെട്ടെന്ന് തന്നെ സിംഹാസനത്തിൽ നിന്ന് ഒഴിവാകേണ്ടി വന്നിട്ടുണ്ട്. Today we will discuss the small topic. First we will discuss the how to become Delhi became an important city
എങ്ങനെയാണ് ഡൽഹി ഒരു ഇമ്പോർട്ടൻറ്റ് സിറ്റി ആയിട്ടുള്ളത്, അവിടെ ഉണ്ടായിരുന്ന ഡൽഹിയിലുണ്ടായിരുന്ന സുൽത്താനേറ്റ് ഏതൊക്കെയായിരുന്നു, ആ 5 സുൽത്താനേറ്റുകളെ കുറിച്ചിട്ട് പറഞ്ഞു. മെയിനായിട്ട് ഡൽഹി റൂൾ ചെയ്തിട്ടുള്ളത് രാജ്പുത് ഡൈനാസ്റ്റീസ്, ഏർലി ടർക്കിഷ് റൂളേഴ്സ് പറഞ്ഞാൽ സ്ലേവ് ഡൈനാസ്റ്റി, അടിമ രാജവംശല്ലേ, അതുപോലെ ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി ആൻഡ് ലോധി ഡൈനാസ്റ്റി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദ ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താന്മാരെ കുറിച്ച് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് നമ്മൾ ഓൾറെഡി ഹിസ്റ്ററീസ്, താരീഖ്, ത്വാരീഖ് അങ്ങനെയുള്ള പേർഷ്യൻ ലാംഗ്വേജിലുള്ള അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഡൽഹി സുൽത്താന്മാരെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ചരിത്രങ്ങളിൽ എല്ലാം എസ്പെഷ്യലി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ do you understand our class? If you have any doubts, ask me, no problem. And after watching the class, reading carefully in the part. Okay, bye.